ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. സുവിശേഷ പ്രഘോഷണത്തിന്റെ ധർമ്മം എന്താണ്? സുവിശേഷം ആനുകാലിക ജീവിത സന്ദർഭങ്ങളെ തിരുലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം. അഥവാ യേശുവാകുന്ന വചനത്തെ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് തെളിയിക്കുകയാണ് സുവിശേഷ പ്രഘോഷണം ചെയ്യേണ്ടത്. നാം നേരിടുന്ന പ്രതിസന്ധികളുടെയും ദുരന്തങ്ങളുടെയും ജീവിത വ്യഥകളുടെയും കാരണമെന്തെന്നും യാഥാർത്ഥ്യമെന്തെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് സത്യ വെളിച്ചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാം. സുവിശേഷ പ്രഘോഷണം വ്യക്തതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അത് മാന്യതയോടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. നാം പറയുന്ന വാക്കുകളും നമ്മുടെ വ്യാഖ്യാനങ്ങളും പരിശുദ്ധാത്മ പ്രേരിതമാണെങ്കിൽ നിശ്ചയമായും അത് കേൾവിക്കാരനിൽ ആശ്വാസം ജനിപ്പിക്കാനിടയാണ്. ഇന്ന് നാം കാണുന്ന സുവിശേഷ പ്രഘോഷണങ്ങളിൽ, പ്രത്യേകിച്ചും ചാനലുകളിലൂടെയും വീഡിയോകളിലൊക്കെ കാണുന്നത് ഭയപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന പ്രഘോഷണങ്ങളാണ് കാണാൻ കഴിയുക. നാം ഒരു ജീവിത പ്രതിസന്ധിയുമായി മുൻപോട്ട് പോകുമ്പോൾ ദൈവം നിന്നെ കൈവിടില്ലെന്നും കൂടെ ഉണ്ടെന്നും പഠിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവം കൂടെ വസിക്കുന്നു, ദൈവം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഭയം വേണ്ടതാണ്. അഭയമായ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള ആത്മബലം നമുക്കൊക്കെ ഉണ്ടാകുക. പക്ഷെ കേൾക്കുന്നത് തികച്ചും വിപരീത ദിശയിലാണ്. കേൾക്കുന്നത് എപ്പോഴും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. വയനാട് ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഒരു പ്രഘോഷണം വന്നത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണത്രേ പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും. എന്തൊരു അബദ്ധ പ്രസ്താവനയാണ്. മനുഷ്യവംശം ആരംഭിച്ച കാലം മുതൽ അവൻ ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നുണ്ട്. അവൻ പകർച്ചവ്യാധികൾക്ക് വിധേയപ്പെടുന്നുണ്ട്. അത് മനുഷ്യന്റെ തിന്മ കൊണ്ടാണ് എന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നു, പഴയ കാലത്തെ മതങ്ങൾ പഠിപ്പിക്കുന്നു. ക്രിസ്തു വിശ്വാസം നമ്മെ പഠിപ്പിക്കേണ്ടത് എന്താണ്? ഇത് നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു അത്യാപത്തല്ലെന്നും യഥാർത്ഥ ആപത്ത് ആത്മനഷ്ടമാണെന്നുമാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പകർച്ചവ്യാധികളുടെ കാലമാണ്, ഇത് ഭീകര ദുരന്തങ്ങളുടെ കാലമാണ്, എന്തോ ഒരു അനർത്ഥം വരാൻ പോകുന്നു എന്നെപ്പോഴും പ്രവചനങ്ങളൊക്കെ വരികയാണ്. സുവിശേഷ പ്രഘോഷകർ അങ്ങനെ പ്രവചിക്കുന്നുണ്ട്, അല്ലാത്തവരും പ്രഘോഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് രസകരമായി തോന്നുന്നൊരു കാര്യം, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് പ്രവചനം കേട്ട് ഞങ്ങളൊക്കെ ഭയന്നിരുന്നു. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ സമയം വന്നപ്പോൾ ഞങ്ങളൊരു ജാഥ നടത്തി. ഞങ്ങൾ വീട്ടിൽ 6 മക്കളായിരുന്നു, പുറത്തുനിന്നുള്ളവരാരും കൂടിയില്ല. ഞങ്ങൾ 6 കുട്ടികൾ ലോകാവസാനം വേണ്ടേ വേണ്ട, ലോകാവസാനം മൂർദാബാദ് എന്ന് പറഞ്ഞൊരു ജാഥ നടത്തി. മനുഷ്യൻ എന്നും ഇത് കേൾക്കുന്ന കാര്യമാണ്. ഒരു അപകടം വരാൻ പോകുന്നു. ഇത് മനുഷ്യനെ ഭീതിയിൽ നിലനിർത്തി, ഭീതിയെ മുതലെടുത്ത് മനുഷ്യനെ തങ്ങളുടെ പക്ഷത്ത് അണിചേർക്കാനുള്ള ശ്രമമാണ്. പല മതവിശ്വാസങ്ങളിലും ഇത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് അത് പറയാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 14-ാം നൂറ്റാണ്ടിലാണ് പ്ലേഗ് വരുന്നത്. 50 ദശലക്ഷം ആളുകളാണ് അന്ന് യൂറോപ്പിൽ മരിച്ചത്. ഇപ്പൊ ഉണ്ടായ കാര്യമല്ല. നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇൻഫ്ലുവൻസ ആയാലും നിരവധിയായ രോഗങ്ങൾ, കോളറ അടക്കമുള്ള രോഗങ്ങൾ അനേകരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. മനുഷ്യവംശത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? മറ്റു ജീവജാലങ്ങൾ പോലെയല്ല, നിലനിൽപ്പ് കൂടുതലാണ്. അവന് അതിജീവന ശേഷി കൂടുതലാണ്. സാഹചര്യങ്ങളെ കൂടുതൽ അവന് മറികടക്കാൻ കഴിയും. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ മറികടക്കൽ ശേഷിയിലൂടെ മുൻപോട്ട് പോകാനാണ്. അതുകൊണ്ട് അതിജീവനം എന്ന ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതല്ലാതെ പകർച്ചവ്യാധികൾ വരുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ലോകാവസാനമായി എന്ന നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന വചനങ്ങളല്ല. ലോകം അവസാനിക്കുന്ന എവിടെയാണ്? ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ലോകം അവസാനിക്കുന്നത് അവൻ ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ്. യേശു കുരിശിൽ മരിച്ചപ്പോൾ ലോകം അവസാനിച്ചു. അപ്പൊ അന്ന് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയാം. ആകാശം ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. കാരണം എന്താ? പഴയ ലോകം അവസാനിച്ചു. പഴയ ലോകം അവസാനിച്ച് പുതിയ ലോകം വരികയാണ്. അപ്പൊ അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഭയപ്പെടേണ്ട സന്ദർഭങ്ങളല്ല. ധൈര്യപൂർവ്വം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ഇതൊക്കെ നാം നേരിടുന്നുണ്ട്. പക്ഷേ അതേസമയം
നിത്യജീവനിൽ ഉറപ്പുള്ളവരായി ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ വിശ്വസിക്കുകയും ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക വഴി ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ആത്മബലത്തോടെ ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് പകർന്നു കൊടുക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ, ഓരോ സുവിശേഷ പ്രഘോഷകനും. പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രം മനുഷ്യവംശത്തിന്റെ ആരംഭം മുതലേ ഉണ്ട്. കൊടുങ്കാറ്റായിട്ടും ഭൂമികുലുക്കമായിട്ടും അഗ്നിപർവ്വതങ്ങളായിട്ടും ചുഴലിക്കാറ്റായിട്ടും കടലിന്റെ ക്ഷോഭമായിട്ടും നാനാവിധങ്ങളിൽ കലാമിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ അതിജീവിച്ച് അവയെ നേരിടാൻ കെൽപ്പുള്ളവരായിട്ടാണ് ആധുനിക മനുഷ്യനായി നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് ഇത്രയും കാലത്ത് ചരിത്രം മറന്നുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടാവുന്നു. അത് കലികാലം എന്ന് പറയുന്നൊരു കാര്യം പോലെയാണ്. ഇതൊരു മോശപ്പെട്ട കാലമാണ്. ഇതൊരു മോശപ്പെട്ട കാലമല്ല, സത്യം കൂടുതൽ വെളിവാക്കപ്പെട്ട കാലമാണ്. ഒരു ഭാഗത്ത് ശാസ്ത്രീയ യുക്തിയും ദൈവവചനത്തിന്റെ പൊരുളും കൂടുതൽ വെളിപ്പെട്ട കാലം. ആധുനിക കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ധാർമ്മിക ബോധത്തിൽ മനുഷ്യർ കൂടുതലായി പുരോഗമിക്കുകയും പരസ്നേഹത്തിലൂന്നിയ ജീവിതം നയിക്കുകയാണ് മനുഷ്യവംശത്തിന് നിലനിൽപ്പിന് ആവശ്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തൊരു കാലമാണ് ആധുനിക കാലം. അവിടെ സുവിശേഷ പ്രഘോഷണങ്ങൾ നമ്മെ ശക്തരാക്കേണ്ടത് ഈ മാനവികതയിൽ ഉറച്ച്, സ്നേഹബന്ധത്തിൽ ഉറച്ച്, സകല ലോകത്തെയും നന്മയിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവരായും പരിപാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി തീർക്കുക എന്ന നിലയ്ക്കാണ്. അതിനു പകരം ഭീഷണികളും എന്തൊക്കെയോ വരാൻ പോകുന്നു എന്ന അബദ്ധ സിദ്ധാന്തങ്ങളുമല്ല യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷകർ പ്രഘോഷിക്കേണ്ടത്. അത്തരമൊരു നിലപാടെടുക്കുന്നത് ശോചനീയമാണ്. സാധാരണഗതിയിൽ സുവിശേഷ പ്രഘോഷങ്ങളിൽ വന്ന കാര്യങ്ങളെ നമ്മൾ വിമർശിക്കാറുണ്ട്. അത്തരം വിമർശനങ്ങളോട് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം പലരെയും നമുക്ക് ആക്ഷേപിക്കേണ്ടി വരും. വ്യക്തിപരമായ ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും പലരെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. താല്പര്യമുള്ള വിഷയമല്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം മറന്ന് സത്യവിരുദ്ധമായ ഇത്തരം പ്രഘോഷണങ്ങൾ നടത്തുമ്പോൾ അതൊരു വഞ്ചനയായിട്ട് മാറുന്നുണ്ട്, മനുഷ്യ മനസ്സിനെ ദുർബലപ്പെടുത്തുന്നതായിട്ട് മാറുന്നുണ്ട്, അധപ്പതിപ്പിക്കുകയാണ്. ധാർമ്മിക ബോധത്തിൽ ഉയർന്ന് ജീവിതത്തിൽ സ്നേഹത്തിന്റെ പ്രവാചകരായി മാറേണ്ടവരെ തളർത്തുകയാണ് ചെയ്യുക എന്നതുകൊണ്ടാണ് നാം ഇത് പറയേണ്ടി വരുന്നത്. വിശ്വാസം എന്നത് ഒരു ഉണർവാണ്. അതേസമയം ഭക്തിയിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? യുക്തി മുഴുവൻ നഷ്ടപ്പെടും. അവിടെ യുക്തി നഷ്ടപ്പെട്ട മനുഷ്യർ ഇത്തരം പ്രഘോഷങ്ങളുടെ കീഴെ വന്ന് ആമേൻ പറയും. അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കാലം മോശമാണ്. ഏത് കാലമാണ് അന്ന് ജീവിക്കുന്നവർക്ക് നന്നായി തോന്നിയിട്ടുള്ളത്? നമ്മളെപ്പോഴും പറയുന്ന പണ്ട് വളരെ നല്ലതായിരുന്നു, പണ്ടൊക്കെ വളരെ സ്നേഹത്തിലായിരുന്നു മനുഷ്യർ. ആര് പറഞ്ഞു? കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്ക്. വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്നവർ, ഉപ്പ് എന്ന് പറയാൻ അവകാശമില്ലാതിരുന്നവർ, നല്ല ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാതിരുന്നവർ, പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞു പോകുന്ന പഴയ കാലം. അങ്ങനെ ഒരു കാലത്ത് നിന്നാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അന്നത്തെ ദാരിദ്ര്യമോ പഞ്ഞമോ ഇന്ന് നിലവിലില്ല. അന്ന് വന്നിരുന്നത്ര രോഗപീഠകൾ നമുക്ക് വരുന്നില്ല. അന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങളില്ലായിരുന്നു, ചികിത്സിക്കാൻ മാർഗമില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്നൊരു കാലത്ത് നിന്ന് എന്തിനും ചികിത്സ കണ്ടുപിടിക്കുകയും എന്തിനേയും നിയന്ത്രിക്കാൻ കഴിവുള്ളവരാക്കി നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന നിരവധി സംവിധാനങ്ങൾ നമുക്ക് ചുറ്റും ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. സംഭവം ശരിയാണ്, ദുരന്തമുണ്ടായി, അനേകർ മരിച്ചു, സങ്കടമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ നാം തിരിച്ചറിയേണ്ടത് 3000 ആളുകൾ ഒറ്റയടിക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്നൊരു സംവിധാനം നമുക്കുണ്ട്. നമ്മുടെ രാജ്യം നേടിയ ഉയർച്ചയുടെ പ്രതീകമാണത്. പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ സംസ്ഥാനത്തിന് ഒരു വികാരമായിട്ട് ഈ ബന്ധം നിൽപ്പുണ്ട്. എവിടെയെങ്കിലും ഒരാൾക്ക് വേദന ഉണ്ടാവുമ്പോൾ അത് താങ്ങാൻ കഴിയാത്തവരായി നമ്മൾ മാറുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മുതുകത്ത് ചവിട്ടി കടന്നു പോകാൻ മനുഷ്യൻ കിടന്നുകൊടുത്ത, പാലമായി കിടന്നുകൊടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മീൻ പിടിക്കാൻ പോയിരുന്നവർ മീനെ പിടിക്കുന്നത് നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി വള്ളം ഇറക്കിയ കഥ നമുക്കറിയാം. പ്രളയത്തിന് മീതെ അതിജീവനം കൊണ്ടുവന്നത് മനുഷ്യശക്തി കൊണ്ടാണ്, സ്നേഹത്തിൽ ഊന്നിയ ഒരു ശക്തി കൊണ്ടാണ്. ആ മാനുഷിക ശക്തി കേവല ശക്തിയല്ല, അത് ദൈവം പ്രവർത്തിക്കുകയാണ്. സഹജീവികൾ കഷ്ടപ്പെടുമ്പോൾ, മരണത്തെ നേരിടുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തി നമ്മിൽ ഉരുവാകുന്നുണ്ടെങ്കിൽ ക്രിസ്തു അനുഭവമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനു പകരം ഇതൊക്കെ കാട്ടി ഭീഷണിപ്പെടുത്തി ആമേൻ പറയിക്കുന്ന ഈ ഭക്തരെ സൃഷ്ടിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി വിശ്വാസവിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയണം. അത് മതത്തിന്റെ സ്വഭാവമാണ്. എല്ലാ മതങ്ങളിലും അതുണ്ട്. യേശു ക്രിസ്തുവിൽ കത്തോലിക്ക തിരുസഭ ഒരു മതമല്ല, വിശ്വാസ സമൂഹമാണ്, യേശുവിന്റെ ശരീരമാണ്. ആ ശരീരമാകട്ടെ സകലർക്കും വേണ്ടി അർപ്പിക്കുന്ന ശരീരമാണ്.
അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളിലും പകർച്ചവ്യാധികളിലും ഒക്കെ ഇടപെടുന്ന ശക്തിയായി മനുഷ്യൻ ഉയർന്നു വരുന്നു എന്നതാണ് കാലഘട്ടത്തിൽ വെളിപ്പെടുന്നൊരു സത്യം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്നവരാകരുത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആമേൻ മേടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യ സമൂഹത്തിന്റെ മനസാക്ഷിയെ ദുർബലമാക്കുകയും, നശിക്കുന്നവനൊക്കെ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് നശിക്കുന്നത്, ഈ നാശം അവന്റെയൊക്കെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് പറയുന്ന രീതിയിൽ അവരനെ വിധിക്കുന്ന ഭാവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടം പിടിച്ചൊരു പോക്കാണത്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പലതും കാണാൻ കഴിയും. ഒരു പഴയ ചരിത്രബന്ധിയായ കാലഘട്ടം വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്. ക്രിസ്തുവിൽ ആയിത്തീരുന്നതിന് മുൻപ് പ്രതീകങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്മയുടെ പാതയിൽ നടക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ആവശ്യമായ രീതിയിലാണെന്ന് സംസാരിക്കുക. യേശുവിന് മുൻപ് 700 വർഷങ്ങൾക്ക് മുമ്പാണ് ഏശയ്യാ പ്രവചനം. ഏശയ്യാ പ്രവചനത്തിന്റെ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തു വരുന്നു, യേശുക്രിസ്തു വരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. യേശുവാണ് പൂർണ്ണതയെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. അങ്ങനെ പ്രവചിക്കുന്ന ഏശയ്യാ പ്രവാചകനാണല്ലോ ക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ച് പ്രവചിക്കുന്നത്. ഏശയ്യാ 7:14 ആ വചനമാണ് മറിയത്തോട് ദൂതൻ പറയുന്നതായി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ പ്രവചനം മുഖേന ഈ വെളിച്ചം വരുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷകൻ വരുന്നു എന്നതിലാണ്. അതിനു പകരം അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ അടർത്തിയെടുത്ത് ഇന്നത്തെ ഈ ദുരന്തങ്ങൾക്ക് കാരണം ഈ പറയുന്ന പ്രവചനത്തിലുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കലാണ്. യെശയ്യാ പ്രവചനത്തിൽ 24-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭൂമി ക്ഷയിച്ചു പോകുന്നു, മനുഷ്യന്റെ അകൃത്യം മൂലമാണ് ക്ഷയിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുരന്തമുണ്ടായത് മനുഷ്യന്റെ അകൃത്യം മൂലമാണ്, അതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ദൈവം ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്നാ പറയാം. ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ലോകത്തു നിന്നും നിങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പ്രവാചക വചനങ്ങൾ ക്രിസ്തുവിലേക്ക് നീളുന്നുണ്ട്. ക്രിസ്തു മൂലം വിമോചനം സാധ്യമാകുമെന്ന് പറയാൻ വേണ്ടിയാണ് പ്രവചനം. പഴയ നിയമം ക്രിസ്തുവിനെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പഴയ നിയമത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിശ്ചയമായിട്ടും ക്രിസ്തു മനുഷ്യാവതാരം എടുത്തില്ലെന്നോ മനുഷ്യനായി അവതരിച്ച് രക്ഷ സാധ്യമാക്കിയില്ലെന്നോ ആണ് അതിനർത്ഥം. ഭൂമി ക്ഷയിച്ചു പോകുന്ന അവിടെ പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം നിങ്ങൾ വായിക്ക്. ഇതാ സകലവും നവീകരിക്കപ്പെടുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും. യേശുക്രിസ്തുവിന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സാധ്യമായിട്ടുണ്ട്. ക്ഷയോന്മുഖമല്ലാത്ത, യേശയ്യ പറഞ്ഞതുപോലെ നശിച്ചു പോകാത്ത ഒരു പുതിയ ഭൂമിയെക്കുറിച്ചാണ്, ഒരു പുതിയ ആകാശത്തെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിന്റെ അരിഷ്ടതകളിൽ നിന്ന് യഥാർത്ഥത്തിൽ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ക്രിസ്തുവിൽ നാം പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ്, വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് പഴയതുപോലെയല്ല ലോകം. പണ്ട് മനുഷ്യന്റെ അകൃത്യങ്ങൾ മൂലം ഭൂമി നശിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യന്റെ അകൃത്യങ്ങൾ മൂലം ഭൂമി നശിക്കുകയില്ല. പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചിട്ടുണ്ട്. പാപത്തിന് പരിഹാരമായ ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. നാം അവിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ ഭൂമിയിൽ അടയാളപ്പെടുത്തും. പാപക്ഷമയുടെ ജീവിതം ഈ ലോകത്ത് കാട്ടിക്കൊടുക്കാൻ പറ്റും. പാപികളായി നിങ്ങൾ നശിച്ചു പോകേണ്ടവരല്ലെന്നും പുഴുക്കളെപ്പോലെ ചവിട്ടി അരയ്ക്കപ്പെടുന്നവരല്ലെന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും രക്ഷയിലേക്ക് നയിക്കപ്പെട്ടവരാണെന്നുമാണ് നമ്മൾ പറയേണ്ടത്. ഈ ദുരന്തങ്ങളൊന്നും അവസാനമല്ലെന്നും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കുമെന്നും, നഷ്ടങ്ങൾ ഏറെ ഉണ്ടാകുമെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് നാം വീണ്ടും ജീവിക്കും, ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് നമ്മളെന്നാണ് പഠിപ്പിക്കേണ്ടത്. അതിനു പകരം നമ്മൾ യേശയ്യാ പ്രവചനം പറഞ്ഞിട്ട് പറയുകയാണ് ഈ അകൃത്യങ്ങളാണ് ഈ നാശങ്ങൾക്ക് കാരണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സുവിശേഷം കൊടുക്കേണ്ട ഒരു സമാശ്വാസമാണ്, ഒരു എമ്പതിക് വേ ആണ്, താങ്ങിപ്പിടിക്കല, കൂടെ നടക്കല. അതിനു പകരം നിങ്ങൾ നശിക്കുന്നത് നിങ്ങളുടെ പാപം മൂലമാണെന്ന് പറയുമ്പോഴോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു രോഗിയെ കാണാൻ പോകുന്നു, രോഗശയെ കിടക്കുന്ന ആളോട് നിങ്ങൾ എന്നിട്ട് പറയാണ് നിങ്ങളുടെ അകൃത്യം മൂലമാണ് നിങ്ങൾ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഒരാളെ കുത്തി നോവിക്കുന്ന വാക്കുണ്ടോ? ദുരന്തമുഖത്തുള്ള ജനത്തോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മനുഷ്യർ കുറെ പേർ മരിച്ചതിൽ വേദന എടുക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇത്തരത്തിൽ പറയുന്നതിന് സുവിശേഷം എന്നാണോ പറയേണ്ടത് എന്ന് ചിന്തിക്കണം. ഇത് മനുഷ്യനെ പീഡിപ്പിക്കുന്ന തരത്തിലാണ്, മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്, അവന്റെ കഷ്ടതകളിൽ അവനെ കൂടുതൽ വേദനിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? ജോബിനെ കൂട്ടുകാരെ വേദനിപ്പിച്ചില്ലേ? ജോബിനോട് പറയുന്നില്ലേ
നിന്റെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാകും, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ? കഷ്ടത അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കുത്തി നോവിക്കുന്നവരായി മാറുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നീട് ജോബിനോട് പറയുന്നുണ്ട് കർത്താവ്. അവർ തിരിച്ചറിയണം, ഇത്തരം അബദ്ധങ്ങൾ പുലമ്പരുത്. ഇത് വെറും പുലമ്പലാണ്, സുവിശേഷവുമായി ഇതിന് ബന്ധമില്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സോഷ്യൽ മീഡിയയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ വരുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത സ്ഥലമാണല്ലോ സോഷ്യൽ മീഡിയ. അപ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയും. ചിലർ പറയുന്ന പരിശുദ്ധ ബൈബിൾ എന്നാ. അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ള, സഭ എവിടെയാ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ബൈബിൾ എന്ന്? വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയും, ബൈബിൾ എന്ന് പറയും. വചനമാകട്ടെ യേശുക്രിസ്തുവാണ്. സഭ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്, ബൈബിൾ ദൈവവചനമല്ല, യേശുവാണ് ദൈവവചനം. ബൈബിളിൽ യേശുവുണ്ട്, ബൈബിളിൽ ദൈവവചനമുണ്ട്. ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിലാണെന്ന് മനസ്സിലാകുക, ബൈബിളിന്റെ വാക്യാർത്ഥത്തിലല്ല. അങ്ങനെ സഭ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ബൈബിൾ, ഈ പരിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു? പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് അത് അന്വേഷിച്ച് പോവുകയാണ് ഒരു ചാനൽ. ഈ ക്രൈസ്തവ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒട്ടിക്കുന്ന ലേബലിനകത്ത് എന്ത് തന്നെയാണ് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. വിഷം നിറഞ്ഞ കുപ്പിക്ക് പുറത്ത് തേനെന്നെഴുതി ഒട്ടിച്ചു കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളൊരു പേര് പറയുമ്പോൾ ആ പേരിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. സുവിശേഷ ചാനലുകളെന്ന അഭിമാനബോധത്തോടെ പറയുന്നുവെങ്കിൽ അതിലൂടെ പറയേണ്ടത് സുവിശേഷമാണ്, തോന്നിയാസല്ല. അവരവർക്ക് തോന്നിയ രീതിയിലല്ല പറയേണ്ടത്. അനേകരെ വഴിതെറ്റിക്കാൻ ഇടയാകുമെന്ന കാര്യം ഓർക്കണം. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനം, ഭക്തന്മാരായി യുക്തിയില്ലാതെ കാലേ കെട്ടി വീഴുന്ന ജനം, അവരൊരു ഭാഗത്ത് ഇതിന്റെ പിന്നാലെ പോകും, മറുഭാഗത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ ആക്ഷേപകരമായ കമന്റുകൾക്ക് വിധേയമാകേണ്ടി വരും. പറയുന്ന കാര്യത്തിന് ഇങ്ങനെ വ്യക്തതയില്ലാതെ വരുമ്പോൾ, അത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ ലോകം പ്രതികരിക്കും. നമ്മൾ സുവിശേഷം പറയുന്നത് ക്രിസ്ത്യാനികളോട് മാത്രമെന്നൊന്നും കരുതണ്ട. നമ്മൾ ലോകത്തോടെ പറയുന്നത്. ലോകം കേൾക്കുന്നുണ്ട്, ലോകത്തിനറിയാം, കൽപ്പനകൾ അറിയാം, ദൈവത്തെ അറിയാം, യേശുക്രിസ്തുവിനെ അറിയാം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞവരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ ഓർക്കണം. പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് ഒരു പാതിരി പറയുന്നുണ്ട്, അങ്ങ് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിക്കണം. അപ്പോ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് ചോദിച്ചു, എത്ര വയസ്സായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 40. നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. കാരണം പരമേശ പവിത്രപുത്രൻ എന്ന് ക്രിസ്തുവിനെ വിളിക്കുന്ന ഗുരുവിനോടാണ് നിങ്ങൾ മാമോദിസ സ്വീകരിക്കണമെന്ന് ഈ പാതിരി പറയുന്നത്. നമ്മൾ ഈ ലോകത്തുള്ള സുവിശേഷം പറയുമ്പോൾ ലോകത്തിന് കാര്യങ്ങൾ അറിയാം, അവർക്ക് മനസ്സിലായിട്ടുണ്ട്, യേശുവിനെ അറിയാം. നമ്മൾ നുണ പറയുമ്പോൾ നുണ പറയാൻ പാടില്ല എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നതെന്ന് ലോകത്തിനറിയാം. അസത്യം പ്രവർത്തിക്കുമ്പോൾ സത്യമാർഗത്തിൽ ചരിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ലോകത്തിനറിയാം. ലോകത്തിനറിയാത്തൊരു കാര്യമല്ല സുവിശേഷം എന്നുകൂടി നമ്മൾ ഓർക്കണം. അപഹാസ്യനാകാൻ ഇടയാകരുത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഋതുഭേദങ്ങൾ മാറുന്നു, പഴയതുപോലെയല്ല. മഴക്കാലത്ത് കഠിനമായ വെയിൽ വരുന്നു, വേനൽക്കാലത്ത് മഴ പെയ്യുന്നു, മഞ്ഞുകാലം നിരന്തരമായി മാറുന്നു, ക്രമവിരുദ്ധമായി മാറിയിട്ടുണ്ട്. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല കാലാവസ്ഥ, നേരിട്ട് ഇടപെടാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത് എന്ന് പണ്ട് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നതെന്ന് വ്യത്യസ്തമായിരുന്ന കാര്യങ്ങൾ അറിയാം. മാർപ്പാപ്പ തന്നെ പറയുകയാണ്, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഭൂമി, അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മളിവിടുത്തെ പാർപ്പുകാർ മാത്രമാണ്. ആധുനികമായ കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രകൃതിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാം, വ്യക്തമായി എന്നറിയാം, ഊഹങ്ങളൊന്നും വേണ്ട. പണ്ട് ഇത് മനസ്സിലാക്കാതിരുന്ന കാലത്ത് പറയുന്നുണ്ട്, മനുഷ്യന് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് പ്രകൃതി ഇങ്ങനെ മാറുന്നതെന്ന്. ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ വേറെ ഉണ്ടായിരുന്നില്ലേ? സതി അനുഷ്ഠിച്ചില്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ കൃഷി ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. തങ്ങൾ ചെയ്യുന്നൊരു ഹീനമായ ആചാരമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതെന്ന് കരുതിയിരുന്ന ആളുകൾ. ഇത്തരം അബദ്ധങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മനുഷ്യർ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ് പ്രകൃതിക്ക് ക്ഷോഭം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദൈവം അസഹിഷ്ണുവാണെന്നല്ലേ? ഇത് പഴയ നിയമമാണ്. ദൈവം അസഹിഷ്ണുവായാൽ വലിയ ആളാകോ ചെറിയ ആളാകോ? ഇപ്പൊ കോപിക്കുന്ന ഒരാൾ ബലവാനാണോ ബലഹീനനാണോ? അയാൾ കരുതിയിരിക്കുന്ന ബലവാനാന്നാ, പക്ഷെ അയാൾ ബലഹീനനാ, ദുർബലനായ ഒരു മനുഷ്യനാ. അതുകൊണ്ട് അയാൾ പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ഉറപ്പുള്ളയാൾ അക്ഷോഭിനായി നേരിടും.
അയാൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. അസമാധാനം ഉണ്ടാകുമ്പോൾ ദുർബലത ഉള്ളത് കൊണ്ടാണ് മനുഷ്യർ ബലഹീനരായി പോകുന്നത്. അങ്ങനെ ബലഹീനനാണോ ദൈവം? ദൈവത്തെ നിഷേധിക്കുന്നവരുള്ളത് കൊണ്ട് ഭൂമി നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നവനാണ് ദൈവം? സോദോം ഗൊമോറയുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ ആധുനിക കാലത്ത് സംഭവിക്കുമെന്ന് പറയുന്ന വിഡ്ഢിത്തം നമ്മൾ പുലമ്പരുത്. ഇവിടെ സ്നേഹമായി, കാരുണ്യമായി, ജീവൻ അർപ്പിക്കുന്നവനായി ക്രിസ്തു അവതരിച്ചിരിക്കുന്നു. അവൻ സ്വന്തം ജീവിതം അർപ്പിച്ച് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. അതിൽ വിശ്വസിച്ച് 2000 വർഷത്തിലധികമായി തിരുസഭയിൽ അനേക വിശുദ്ധാത്മാക്കൾ ജീവിതം അർപ്പിച്ച് ലോകത്തിൽ സമാധാനവും സൗഖ്യവും ഉണ്ടാകാൻ പ്രവർത്തിച്ചു. അങ്ങനെ ജീവിച്ചു മരിച്ചവരെ വണങ്ങുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയുകയാണ് ദൈവം ക്ഷോഭിച്ചത് കൊണ്ടാണ്. അങ്ങനെയായിരുന്നു വസൂരി വരുമ്പോൾ ഉള്ള വിശ്വാസം ഇല്ലേ? അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്. ദൈവകോപം കൊണ്ടാണ് രോഗങ്ങൾ, ദൈവകോപം കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ. അത്തരം അബദ്ധങ്ങളിലേക്ക് വീണ്ടും കൊണ്ട് കെട്ടാൻ നോക്കാണ്. യുക്തിരഹിതമായ ഇത്തരം ചിന്തകളിലേക്ക് പോവാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, കാർബൺ എമിഷൻ കൂടി, ആഗോള താപനം ഉണ്ടായി, മരങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ലോകരാജ്യങ്ങൾ ഒന്നാകെ ചിന്തിക്കുകയാണ്. അവിടെയാണ് മാർപ്പാപ്പ പറഞ്ഞ വചനം, ഈ പറഞ്ഞ ഭൂമി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്, നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഭൂമിക്ക് യോജിച്ച വിധം നമ്മൾ ജീവിക്കണം. ഭൗമികരായി നമ്മൾ ഭൂമിയെ നശിപ്പിക്കുന്നവരായി, പാർപ്പിടം നശിപ്പിക്കുന്നവരായി മാറരുത്. അപ്പൊ അവിടെ പറയാണ്, ഈ പറഞ്ഞത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരായ ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ട്, അനുസരണക്കേടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വന്നാൽ, ഈ അനുസരണക്കേടിന് പരിഹാരമായി ക്രിസ്തു കുരിശിൽ മരിച്ചു, അനുസരണം പ്രഖ്യാപിച്ചു. അതുവഴി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇനിമേൽ ശപിക്കപ്പെട്ടതായ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പഴയ നിയമം പറഞ്ഞ എല്ലാ ശിക്ഷകളും എടുത്തു മാറ്റിയിട്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് മോചനം നേടിത്തന്നത്. ഞാൻ കേട്ട പ്രഘോഷണത്തിൽ സ്വർഗം നിലവിളിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു പൊട്ടത്തരായി പറയണം. ഇതിനൊക്കെ ഏത് ഭാഷയിലാണ് മറുപടി പറയാം? സ്വർഗം കരയുന്നു, നിലവിളിക്കുന്നു. നിലവിളിയും വിലാപവും പല്ലുകടിയൊക്കെ ഉള്ളത് ഈ ഭൂമിയിലാ, പിന്നുള്ളത് നരകത്തിലാ. ഒടുങ്ങാത്ത നിലവിളിയും പല്ലുകടിയും. സ്വർഗം ആനന്ദത്തിന്റെ ഇടമാണെന്നേ. വിശുദ്ധ ഗ്രന്ഥം മര്യാദയ്ക്കൊന്ന് വായിക്കണം. സ്വർഗം ആനന്ദത്തിന്റെ ഇടമാണ്. ആനന്ദമയനായ ദൈവം, സച്ചിത് ആനന്ദരൂപമായ ദൈവം, ആ ദൈവം വസിക്കുന്ന, നിരന്തര സ്തുതിഗീതങ്ങൾ ഉയരുന്ന, എല്ലാവരും ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ ആനന്ദത്തിൽ ആറാടുന്നൊരു സ്ഥലമാണ് സ്വർഗം. അവിടേക്ക് പോകാനാണ് ഈ ദുരിത ലോകത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയാ നമ്മൾ ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കണമെന്ന് പറയണേ. സ്വർഗം നിലവിളിക്കില്ല. മനുഷ്യൻ അധപ്പതിക്കുന്നതിനപ്പോൾ സ്വർഗം നിലവിളിക്കുകയല്ല ചെയ്തത്. സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവനെ കുരിശിൽ തറച്ചു കൊന്ന് നമുക്ക് വിമോചനം നേടിത്തരാ ചെയ്തത്. അല്ലാതെ നമ്മൾ ശരിയല്ലെന്ന് പറഞ്ഞ് വടിയെടുത്തടിക്കാമെന്ന ദൈവമല്ല, കുരിശിൽ തൂങ്ങി മരിച്ച ദൈവമാണ് നമുക്കുള്ളത്. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല. അതിൽ ദൈവത്തിന് ഭയങ്കര സങ്കടമുണ്ട് അത്രേ. മാനസാന്തരം എന്ന് പറയുന്നത് അടികൊടുത്ത് ഉണ്ടാക്കാവുന്ന കാര്യമാണോ? ഒരു കുട്ടിയെ നമുക്ക് അനുസരിപ്പിക്കാം, വടിയെടുത്ത് അടിച്ച് അനുസരിപ്പിക്കാം. എത്ര കാലത്തോളം? ആ കുട്ടിക്ക് സ്വന്തമായി ബോധമുണ്ടാകുന്ന കാലത്തോളം. സ്വന്തമായി ബോധമുണ്ടാകുന്ന 16 വയസ്സിന് ശേഷമുള്ള കുട്ടിയുടെ നേരെ വടി ഉയർത്തിയാൽ അവൻ വടിയെ കയറി പിടിക്കും. കാരണം അവൻ എന്ത് ചെയ്യണമെന്ന് അവനൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. മാനസാന്തരം തികച്ചും ഉള്ളിലുണ്ടാവേണ്ട കാര്യമാണ്. എൻ്റെ ജീവിതം എങ്ങനെയായി തീരണമെന്ന്, എൻ്റെ ജീവിതത്തിന്റെ വഴി ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഒരാൾക്ക് വ്യക്തിപരമായി ബോധമുണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് നമുക്ക് ആരോടെ പറയാൻ കഴിയുക? മാനസാന്തരത്തിൽ ജീവിതം നയിക്കാൻ ആർക്കാണ് കഴിയുക? അത് വിശ്വാസത്തിനകത്ത് വന്നവർക്ക്, സഭയ്ക്കകത്ത് നേരിട്ടുള്ള അംഗങ്ങൾക്കാണ്, ശിഷ്യത്വം സ്വീകരിച്ചവർക്കാണ്, മാമോദീസ സ്വീകരിച്ചവർക്കാണ്. 800 കോടി മനുഷ്യരുണ്ട് ലോകത്ത്. അപ്പൊ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മാനസാന്തരം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അതിന് കാരണക്കാരായിട്ട് മാറേണ്ടത് ഞാനും നിങ്ങളോ. നമ്മുടെ ജീവിതം കൊണ്ടാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, സ്നേഹത്തിൽ വർത്തിക്കുന്ന, കാരുണ്യമുള്ള മനുഷ്യരായി, ക്ഷമയുടെ മനുഷ്യരായി, സമാധാനമുള്ളവരായി നാം ഈ ലോകത്ത് കാണപ്പെടുമ്പോൾ നിശ്ചയമായും ലോകം നമ്മിലേക്ക് തിരിയും. അങ്ങനെയാണ് മനം തിരിയലുണ്ടാകുന്നത്. അത് മനസ്സിനുണ്ടാകേണ്ട മാറ്റമാണ്. അതുകൊണ്ട് മനസ്സിന് മാറ്റം ഉണ്ടാകാത്തതുകൊണ്ട് ദൈവം വിലപിക്കുന്നു എന്ന് പറയരുത്. ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മാനസാന്തരത്തിനായി പ്രേരക പരിശുദ്ധാത്മാവിനെ വർഷിച്ചിട്ടുണ്ട്. സ്വർഗം സമാധാനത്തിലാണ്. സ്വർഗം സമാധാനത്തിന്റെ ഇടമാണ്. അപ്പൊ അതിന് നിലവിളിയിടമായും
മനുഷ്യർ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് വ്യാകുലപ്പെടുന്നതായിട്ടൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിനറിയാം മനുഷ്യൻ ദൈവസന്നിധിയിലെത്തും. അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു അഖില ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശി മരിച്ചത്. ദൈവം ചെയ്യാവുന്ന പരമാവധി പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനിലേക്ക് നോക്കി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതം മാനസാന്തരത്തിൻ്റെതായിട്ട് മാറുമ്പോൾ ലോകത്ത് നമ്മൾ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കും. അത് ലോകത്തിന് മാനസാന്തരത്തിന് കാരണമായിട്ട് മാറും. ഭീഷണി കൊണ്ടല്ല അത് സാധ്യമാകുന്നത്, അടി കൊടുത്തല്ല അനുസരിപ്പിക്കുന്നത്, സ്നേഹം കൊടുത്തിട്ടാണ്, ജീവൻ അർപ്പിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ഹൃദയം കഠിനമാക്കണമെന്ന? പണ്ട് തൊട്ടേ കഠിനാന്നേ ഹൃദയം. പുസ്തകം പറയുന്നുണ്ട് അവന്റെ അന്തരംഗം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന് പകരം കർത്താവ് എന്താ പറഞ്ഞ്? ഒരു മാംസള ഹൃദയം ഞാൻ നൽകും. നിങ്ങളെ പാറ പോലുള്ള ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ നൽകും. ആ മാംസള ഹൃദയം നൽകപ്പെട്ടത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് കാരുണ്യം വഴിയുന്ന, തന്നോട് തന്നെ ക്രൂരത കാട്ടുന്നവരോടും കാരുണ്യം വഴിയുന്ന ഒരുവനായി ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. യേശുവിൽ മാംസള ഹൃദയമുള്ളവരായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാംസള ഹൃദയം വാത്സല്യവും സ്നേഹവും കാരുണ്യവും വഴിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയമാണ്. ആ ഹൃദയമാകുന്ന അനുഭവതലം ജീവിതത്തിൽ ആനുകാലിക സന്ദർഭത്തിൽ കൊണ്ടുവരാൻ വിളിക്കപ്പെട്ട നമ്മൾ ഭീഷണിയുടെയും ശാപങ്ങൾ ഏൽക്കുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തു വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും നാശോന്മുഖമായി ചെയ്യുന്നതിനെ കുറിച്ച്. വാസ്തവത്തിൽ അതൊരു ലോകാവസാനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുക. ഏതായിരുന്നു അവസാനം? യേശു ക്രിസ്തു കുരിശിൽ മരിച്ച സമയമാണ്. പഴയ ലോകം അവസാനിച്ചു. അന്ന് വരെ നിലനിന്ന ലോകത്തിന്റെ എല്ലാ ശക്തികളും തോൽപ്പിക്കപ്പെട്ടു. പിശാചും പാപവും ശാപവും തോൽപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഒരു പുതിയ ലോകം. അതുകൊണ്ട് ആ സമയത്ത് ഭൂമിയിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അത് ഭാവി സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, സംഭവിച്ചൊരു കാര്യമാണ്. ഇനി ക്രിസ്തുവിന്റെ ആഗമനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ആകാശത്ത് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും, മനുഷ്യന് സംഭ്രമം ഉളവാകും. അങ്ങനെ സംഭ്രമം ഉളവാകും എന്ന് പറഞ്ഞാൽ താഴെ വചനം പറയുന്നുണ്ട്, ഇതൊന്നും കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. 28-ാം തിരുവചനം പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, നിങ്ങളുടെ വിമോചനം ആസന്നമായിരിക്കുന്നു. വിമോചനം മാത്രമാണ് സംഭവിക്കുക. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിറവേറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, കാലാകാലങ്ങൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ വ്യക്തിപരമായി നമുക്ക് ആശങ്കയും ആകുലതയും ഉണ്ടാകുന്നുവെങ്കിൽ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, കർത്താവ് സമീപസ്ഥൻ. അതുകൊണ്ട് നാം ലോകം അവസാനിക്കുന്നല്ല മനസ്സിലാക്കേണ്ടത്. ലോകാവസാനം എങ്ങനെയാ സംഭവിക്കുക? 2 തരത്തിലാണ്. ഒന്നെന്താണ്? വ്യക്തിപരമാണ്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് 2 സ്ത്രീകൾ തിരികളിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, ഒരുവൾ ശേഷിക്കും. 2 പേർ കട്ടിലുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ ശേഷിക്കും. വ്യക്തിപരമാണ് ലോകാവസാനം. രണ്ടാമത്തെ എന്താണ്? യേശുക്രിസ്തു നിറവേറിയ ലോകാവസാനമുണ്ട്. മൂന്നാമതൊന്ന് അന്ത്യവിധിയാണ്. അത് കാലഗണന സാധ്യമല്ലെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയമോ കാലമോ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യപുത്രനും അറിഞ്ഞുകൂടാ, അത് ദൈവത്തിന് മാത്രമേ അറിയൂ. അത് എത്ര കാലം ഉണ്ടാവും? ദൈവത്തിന് കാലമില്ല, സമയത്തിന് അതീതനാണ്. അതുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടരുത്. ഈ കാലം എന്ന് പറയുന്നത് അവസാനത്തെ മനുഷ്യൻ വരെ രക്ഷ പ്രാപിക്കുന്നവരെയാണ്. അവസാനത്തെ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നവരെ നമുക്ക് കണക്കുകൂട്ടാവുന്ന കാലമല്ല. അതുകൊണ്ട് ആനുകാലികമായി സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വചനം എടുത്തു വെച്ച് ഇത്തരത്തിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും വ്യാകുലങ്ങളിൽ പെടുത്തുകയും ചെയ്യുന്നത് അബദ്ധമാണ്. ഇങ്ങനെ വചനം പറയുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം സമാശ്വാസത്തിൻ്റെതാണ്, ക്രിസ്തു സാക്ഷ്യത്തിൻ്റെതാണ്. അതിന് വിപരീതാർത്ഥത്തിൽ പഴയ നിയമത്തെ എടുത്ത് നിങ്ങൾ ഇങ്ങനെ പ്രമാണിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ക്രിസ്തു വിരുദ്ധതയാണെന്നും സ്നേഹവിരുദ്ധതയാണെന്നും തിരിച്ചറിയണം. നമുക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനാണ് കഴിയേണ്ടത്. സ്നേഹം കൊണ്ടാണ് മാനസാന്തരം, ഭീഷണി കൊണ്ട് മാനസാന്തരം സാധ്യമല്ലെന്ന് പഴയ നിയമ ചരിത്രം പഠിച്ച് നമുക്ക് മനസ്സിലാവും. ക്രിസ്തുവിലാണ് മാനസാന്തരം. എപ്പോഴാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്? അവൻ രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ പോലുമല്ല, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ പോലുമല്ല, അവൻ കുരിശിൽ കിടന്നപ്പോൾ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അവൻ കുരിശിൽ മരിക്കുമ്പോഴാണ്. പാപം ചെയ്യാത്തൊരുവൻ
മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നത് കാണുമ്പോഴാണ് ശതാധിപൻ പറയുന്നത്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതം സഹനമായി അർപ്പിക്കപ്പെടുമ്പോൾ, ജീവിത ക്ലേശങ്ങളിൽ നാം പതറാതിരിക്കുമ്പോൾ, നാം എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും അവസാനം വരെ സഹിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ കാണുന്നവന്റെ മുൻപിൽ ക്രിസ്തു തന്നെയാണ് വെളിപ്പെടുക. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഹനത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിത സഹനങ്ങളും തിരിച്ചറിയണം. ഇത്തരം അബദ്ധ പ്രഘോഷണങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. ഇത്തരം പ്രഘോഷണങ്ങൾ നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുകയും ഈ ലോകത്ത് സംഭവിക്കുന്നവയൊക്കെ ദൈവം നമ്മെ കൈവിടുന്നതിന്റെ അനുഭവമാണ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. അത് വിശ്വാസത്തിലേക്കല്ല നമ്മളെ കൊണ്ടുപോവുക, ദൈവത്തെ ഭീതിതനായ ഒരാളാക്കി മാറ്റി നിർത്താനാണ്. ഹൃദയത്തിൽ വസിക്കുന്ന ഒരുവനെ അകലെയുള്ളൊരുവനായി, ഭീതിതനായി, നമുക്ക് സ്പർശിക്കാൻ കഴിയാത്തവനായി മാറ്റി നിർത്തുകയാണ് ഇത്തരം പ്രഘോഷണങ്ങളുടെ ലക്ഷ്യം. ഇങ്ങനെ ലോകാബദ്ധങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ബെനഡിക്റ്റ് പാപ്പ നസ്രത്തിലെ യേശുവിൽ പറഞ്ഞ ഒരു വാക്യം എടുത്ത് പറഞ്ഞാൽ തീരില്ല. അവിടെ മാർപ്പാപ്പ അതിൽ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവസാന അഭയമായി ക്രിസ്തു ഉണ്ടെന്നും, ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുകയോ കഴിയാതെ വന്നാലും അഭയമായ ക്രിസ്തു ഉണ്ടെന്നും പറയുന്നൊരു വചനം എടുത്ത് എൻ്റെ അവസാനം കൂട്ടിച്ചേർത്താൽ പറഞ്ഞത് സുവിശേഷമാകില്ല. അതുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, നമ്മൾ പറയുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് ഉദ്ബോധനം കൊടുക്കുമ്പോൾ നിശ്ചയമായും അവൻ്റെ മനസ്സിനെ ഉണർത്തുന്നതായിരിക്കണം. സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്, സഹജീവിതത്തിൻ്റെ ധർമ്മ വഴിയിലേക്ക് ഒരാളെ ഉയർത്താൻ കഴിയും വിധം വചനത്തെ പ്രഘോഷിക്കുകയാണ് വേണ്ടത്. ഈ ദുരന്തങ്ങളൊന്നും അവസാനമാക്കല്ല. ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കും. നമ്മുടെ സഹോദരങ്ങളാണ് വേദന എടുക്കുന്നത്, നമ്മുടെ അവയവങ്ങൾക്കാണ് ക്ഷതം പറ്റുന്നത്, നമ്മുടെ കൂടെ ഉള്ളവരാണ് വേർപെട്ടു പോകുന്നത്. വേദനാജനകമാണ്. മനുഷ്യർ ഇത്രയും കാലം അധ്വാനിച്ച വകയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വേദനയും സങ്കടവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരവർക്ക് ആകും വിധം സഹായം എത്തിക്കുക, അവിടെ ഉള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് ആവശ്യമായവ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയാവുന്നത് കൊടുക്കുക. അങ്ങനെ ക്രമമായി അവിടെ കൊടുക്കാനുള്ള ഇടയുണ്ടാക്കിയെടുക്കുക. അതല്ലാതെ നാം അവരെ ഈ സമയത്ത് കുത്തി നോവിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളും അവരോടൊപ്പം സഹിക്കുകയാണ്, അവരോടൊപ്പമാണ് നമ്മൾ സഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരോടൊപ്പം പക്ഷം ചേർന്ന് നിൽക്കാനാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വഴിയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.